തൃശൂർ കുണ്ടായിൽ പ്രവാസി യുവാവിന്റെ മുങ്ങിമരണത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് SYS പ്രതിഷേധ ധർണ നടത്തി. SYS ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ എറിയാട് ധർണ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കേരള കോൺഗ്രസിന്റെ പ്രതിഷേധം രോഗികളിൽ നിന്ന് ഫീസ് പിരിവ് നടത്തുന്നതിനെതിരെ പ്രതിഷേധം മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ICUവിൽ കിടക്കുന്ന രോഗികളിൽ നിന്ന് ഈടാക്കുന്നത് പ്രതിദിനം 500 രൂപ വീതവും വെന്റിലേറ്ററിലെ രോഗികളിൽ നിന്ന് 750 രൂപ വീതവും. ഉത്സവ വിപണി ലക്ഷ്യമാക്കിയുള്ള താൽക്കാലിക വാണിജ്യമേളകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് വ്യാപാരി വ്യവസായ സമിതി കോട്ടയം ജില്ലാ കമ്മിറ്റി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത വ്യാപാരമേളകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം. വൻകിട മാളുകളിലേക്ക് കച്ചവടം കേന്ദ്രീകരിക്കുന്ന പുതിയ ഉപഭോക്തൃ സംസ്കാരത്തിൽ സാധാരണ വ്യാപാരികളുടെ നിലനിൽപ്പ് അപകടത്തിലെന്നും സമിതി. കോട്ടയം മണിപ്പുഴയിൽ പിക്കപ്പ് വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് ദാരുണാന്ത്യം. മൂലവട്ടം സ്വദേശി മനോജ്, ഭാര്യ പ്രസന്ന എന്നിവരാണ് മരിച്ചത്. മണിപ്പുഴ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പമ്പിന് സമീപമായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ പിക്കപ്പ് വാനുമായി ഇടിക്കുകയായിരുന്നു. കോട്ടയം വൈക്കത്ത് KSRTC ബസിനുള്ളിൽ വെച്ച് യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ യുവാവ് അറസ്റ്റിലായത് തലയോലപ്പറമ്പ് സ്വദേശി മുജീബ് റഹ്മാൻ. ഇയാൾ ക്രിമിനൽ കേസിൽ പ്രതിയെന്ന് പോലീസ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർ അപകടത്തിൽപ്പെട്ട് കൈക്കുഞ്ഞിനും മാതാവിനും ഗുരുതര പരിക്കേറ്റത് മുതിയവിള സ്വദേശികൾക്ക്. ഇടിയുടെ ആഘാതത്തിൽ അമ്മയും കുഞ്ഞും റോഡിലേക്ക് തെറിച്ചു വീണു. അപകടത്തിന് കാരണം കാറിന്റെ അമിത വേഗത. കോട്ടയം തലയോലപ്പറമ്പിൽ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂർ പഴഞ്ഞി ജെറുസലേമിൽ യുവാക്കളെ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റത് ജെറുസലേം സ്വദേശികളായ CS ജോയൽ, അഭിഷിത്ത് എന്നിവർക്ക്. പരാതി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇവരെ തടഞ്ഞു നിർത്തി 10 അംഗ സംഘം മർദ്ദിച്ചുവെന്നാരോപിച്ച് സംഭവത്തിൽ കേസെടുത്ത് കുന്നംകുളം പോലീസ്. തൃശൂർ പെരുമ്പിലാവിൽ KSRTC ബസിലെ കണ്ടക്ടർക്ക് യാത്രക്കാരന്റെ മർദ്ദനം. പെരുമ്പാവൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസിലെ കണ്ടക്ടർ പ്രശാന്തിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ കലാശിച്ചത് ടിക്കറ്റിനെ ചൊല്ലിയുള്ള തർക്കം. എറണാകുളം പറവൂരിൽ മത്സ്യഫെഡ് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിച്ചതിനെതിരെയും പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നഷ്ടപരിഹാരം നൽകാത്തതിനും ചെമ്മീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടാത്തതിലുമാണ് പ്രതിഷേധം. ബൈബിൾ പുതിയ നിയമം പകർത്തിയെഴുതുന്നതിൽ ലോക റെക്കോർഡിട്ട് തൃശൂർ മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയം. 296 വിദ്യാർത്ഥികൾ ചേർന്ന് 94 മിനിറ്റ് കൊണ്ടാണ് തിരുവെഴുത്ത് എന്ന പേരിൽ പൂർണ്ണമായും പകർത്തിയെഴുതിയത്. തിരുവനന്തപുരം കല്ലറയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം. നിർത്തിയിട്ടിരുന്ന ബൈക്കിലിരുന്ന യാത്രക്കാരനെ നിയന്ത്രണം വിട്ട മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇരുവരും ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം നെടുമങ്ങാട് നിന്നും പെരുമ്പാമ്പിനെ പിടികൂടിയത് 40 കിലോ ഭാരവും 14 അടിയോളം നീളവുമുള്ള പെരുമ്പാമ്പിനെ. രാത്രി 11:30 RRT അംഗം റോഷ്നിയാണ് പാമ്പിനെ പിടികൂടിയ പാമ്പിനെ ഉൾക്കാട്ടിൽ തുറന്നുവിടും. നടൻ ബിജിലി രമേശ് അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. 46 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് ചെന്നൈയിൽ നടക്കും. നിരവധി തമിഴ് സിനിമയിൽ ഹാസ്യ നടനായി തിളങ്ങിയാണ് ബിജിലി രമേശ് ശ്രദ്ധയാകർഷിച്ചത്.